ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സ്നേഹമുള്ള വൈദികര്, സമർപ്പിതര്, നമ്മുടെ കുടുംബാംഗങ്ങൾ, കുഞ്ഞുങ്ങൾ, യുവജന സുഹൃത്തുക്കൾ, ആദ്യമായിട്ട് ടോക്ക് കേൾക്കുന്നവർക്ക് പ്രത്യേകം സ്വാഗതം കേട്ടോ. ഞാൻ വേണേൽ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് അയച്ചു കൊടുക്കാൻ ആയിക്കോട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഒരു പ്രേരണ കൊണ്ട് കുറേ വർഷങ്ങളായി ഇത് ആരംഭിച്ചിട്ട് ഒരു വിശുദ്ധ ഫൗസ്തീനയുടെ കബറിടത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പെട്ടെന്ന് ഒരു പ്രേരണ നൽകി കേട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്തു. ഞാൻ എവിടെ ഇത് പറഞ്ഞു എന്ന് എൻ്റെ ഓർമ്മ. എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് 1-ാം തീയതിയാണ്, വ്യാഴാഴ്ചയാണ്. രണ്ട് കാര്യം, നിങ്ങൾക്കുള്ളത് ഞാനങ്ങ് തരാം, എനിക്കുള്ളത് നിങ്ങൾ തരണം. എനിക്കുള്ള പ്രാർത്ഥന ഇന്ന് നിങ്ങളൊരു നന്മ പറഞ്ഞൊരു കാഴ്ചവെക്കണം. പിന്നെ നിങ്ങൾക്കുള്ള 1-ാം തീയതി ഈ മാസത്തിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് തരുകയും ചെയ്യാം കേട്ടോ. ആദ്യം എനിക്ക് വേണമെങ്കിൽ പ്രാർത്ഥിച്ചാലോ? കുഴപ്പമില്ലല്ലോ, ദൈവമേ പാവമാണ്, പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ചോട്ടോ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയം യോഹന്നാന്റെ വിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ 14-ാം തിരുവചനമാണ്. ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 14. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇതാണ്: എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. അതാണ് പ്രാർത്ഥിക്കുമ്പോൾ ഇതും കൂടി ഓർക്കണം, അല്ലെങ്കിൽ ഇതും കൂടി ചേർക്കണം എന്നൊക്കെ പറഞ്ഞ് തലക്കെട്ട് കൊടുത്തതിൻ്റെ കാരണം അതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ ഒരുപാട് വചനങ്ങൾ അങ്ങനെയുണ്ട്. ഈശോയുടെ നാമത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈശോ എന്ന നാമം, അല്ലെങ്കിൽ നിങ്ങൾ ചില യേശു എന്ന നാമം, യേശു ആണെങ്കിൽ ഈശോയാണെങ്കിലും. അപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ മനസ്സിൽ ആ ഒരു ഹൃദയമായിട്ടുള്ളത്? അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ എപ്പോഴും അതിങ്ങനെ വരണം, അല്ലേ? ത്രൂ ക്രൈസ്റ്റ് അവർ ലോർഡ് എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ എല്ലാ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മളിങ്ങനെ പറയും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വഴി, അല്ലേ, അല്ലെങ്കിൽ ഈശോ മിശിഹാ വഴി, എൻ്റെ സഹോദരങ്ങളെ ഓർക്കണം, ഇതൊരു വചനമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും അറിയാതെ ഈ വചനം കയറി വരണം, അല്ലേ? കർത്താവായ ഈശോ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും, അല്ലേ? പിതാവായ ദൈവമേ പുത്രനെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. അപ്പോൾ അതുകൊണ്ട് അതാണ് ഈശോ പറഞ്ഞിരിക്കുന്നൊരു വചനമല്ലേ, അപ്പോൾ നമ്മൾ പാലിക്കണ്ടേ, അല്ലേ? നിങ്ങൾ പറയുക, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ചില കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വരുന്നതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് വാട്സപ്പ് ഡോക്കി പറഞ്ഞിട്ടില്ല, അഭിഷേകന്തി പറഞ്ഞിട്ടുണ്ട്. അത് ഫുൾ കുടുംബമായിട്ടുള്ളവർക്ക് അറിയാം, അത് കേൾക്കണം. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മുടെ ദൗത്യം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അത് ഏത് സമയത്ത് ഗ്രാൻഡ് ചെയ്യണം എന്നുള്ളത് ദൈവം തീരുമാനിക്കും, നമ്മുടെ നന്മയെ പ്രതി. അപ്പോൾ അത് ദൈവം തന്നുകൊണ്ടിരിക്കും, ഒരു പ്രാർത്ഥന പോലും വേസ്റ്റ് അല്ല. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഈശോയുടെ നാമത്തിൽ, അല്ലേ? അത് അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് അങ്ങനെയൊക്കെ ആയി വരണം കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഈശോ എന്ന നാമത്തിന് ഭരമേൽപ്പിച്ചിട്ട് പോകാം, അല്ലെങ്കിൽ കൃപയുടെ വചനത്തിന് ഭരമേൽപ്പിച്ചിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ പോലെ, എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അറിയാതെ പ്രാർത്ഥനയും. അതങ്ങനെ ആ വചനങ്ങൾ ഒന്നും ഓർക്കണ്ട, ഓർത്തിരിക്കുക. യോഹന്നാൻ 14:14. കുട്ടികളെ വേഗം കാണാതെ പിടിച്ചേ. ജോൺ 14:14 പെട്ടെന്ന് അങ്ങനെ കാണാതെ പഠിക്കുക, മുതിർന്നവരെ കാണാതെ പഠിക്കുക. വളരെ സിമ്പിളല്ലേ? അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, അല്ലേ? ഞാൻ പറഞ്ഞു, ഓരോ വചനങ്ങളെ അനുസരിക്കുമ്പോൾ അനുഗ്രഹം പുറകെ വരും. ഒരു വചനം പാലിച്ചാൽ അതിൻ്റെ ഒരു ബ്ലെസ്സിങ് കിട്ടാതെ നമുക്ക് അത് കിട്ടിയിരിക്കും. ഏത് വചനം പാലിച്ചാൽ പുറകെ അനുഗ്രഹം വരും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാൽ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ പ്രാർത്ഥന ഇതും കൂടി അങ്ങോട്ട് ഉൾപ്പെടുത്താം. കുഞ്ഞു കാര്യമല്ലേ, അല്ലേ? എന്ത് കാര്യം പ്രാർത്ഥിക്കും, ഇതും കൂടെ കൂട്ടിച്ചേർന്ന് പ്രാർത്ഥിച്ച് ഒരു വ്യത്യാസം കാണും. ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്ക് സ്തുതിക്കാം. ഈശോയെ ഉച്ചത്തിൽ സ്തുതിക്കാം. കുഞ്ഞുങ്ങളൊക്കെ കൈകൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ആരാധനാലയത്തിൽ, ഒരു പള്ളിയിൽ, അല്ലെങ്കിൽ ഒരു ധ്യാന കേന്ദ്രത്തിലൊക്കെ ഒന്ന് സ്തുതിക്കുന്നത് പോലെ എല്ലാം മറന്നങ്ങൾ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, എളിയദാസന് വേണ്ടി പ്രാർത്ഥിച്ചവരെ ഓരോരുത്തരെ അവിടെ നിന്ന് ഓർക്കണമേ. എൻ്റെ കർത്താവേ, ഇവർക്ക് വേണ്ടി പ്രത്യേകം ബ്ലെസ് ചെയ്യാണ്. എൻ്റെ കർത്താവേ, ഈ മാസം നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ മാസമായി മാറട്ടെ കർത്താവേ. ഈ മാസത്തിൽ ജീവിക്കാൻ വേണ്ട കൃപ കർത്താവ് നിങ്ങൾക്ക് ഈ ഒരു ആശീർവാദത്തിൻ്റെ സമയത്ത് തരട്ടെ കർത്താവേ. ദൈവമേ, പ്രത്യേകിച്ച് കർത്താവെ എല്ലാ കാര്യം നന്നായിട്ട് ക്രമീകരിക്കാൻ ഒരു കൃപ ലഭിക്കട്ടെ. ആധ്യാത്മിക ജീവിതവും ഭൗതിക ജീവിതവും കുടുംബജീവിതവും എല്ലാം നന്നായിട്ട് ക്രമീകരിച്ച ഒരു കൃപ ഈ മാസം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവായ ദൈവമേ, ഓരോ പ്രാർത്ഥന നടത്തും അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഈശോയുടെ നാമത്തിൽ, അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ എന്നുള്ളൊരു പ്രാർത്ഥന അറിയാതെ ഒരു ഉറവയിൽ നിന്ന് വെള്ളം എന്നതുപോലെ കർത്താവെ അത് പൊട്ടിപ്പറയട്ടെ എന്ന് അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ ഒരു ദൂതൻ നിങ്ങളുടെ ഈ യാത്രകളിൽ, ഈ മാസത്തെ യാത്രകളിലെല്ലാം നിങ്ങളെ കാത്ത് സംരക്ഷിക്കട്ടെ. കർത്താവിൻ്റെ ഒരു മാലാഹ ഓരോ സമയം നിങ്ങളുടെ അടുത്ത് നിങ്ങളെ ഗൈഡ് ചെയ്യട്ടെ. പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പ്രത്യേകിച്ച് കരുത പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്ന സ്വരം കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇതെല്ലാം നിങ്ങൾക്ക് സംഭവിക്കട്ടെ. ഓ കർത്താവായ ദൈവമേ, ഈ പ്രാർത്ഥനകളെല്ലാം ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.